എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു അത് അംഗീകരിച്ച് സാലിഹ്യങ്ങളായ തിജാനികളെ കൂടെ നാളെ ആ കോടതിയിൽ വരുമ്പോഴത്തേനും അവരെ കൂട്ടത്തിലെത്താന്നുള്ള. ഇവിടെ ഇപ്പം അത് അതിൽ കൂടി അതിൻ്റെ ആളായി അറിയപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഈ ചെയ്യണമൊക്കെ എന്തിനാ? അതൊരു ചിരട്ട ഉടക്കൽ നടത്തുകയാണ്. വിറുതും വലീഫയൊക്കെ ഒരു ചിരട്ട ഉടക്കലാണ്. തിജാനികളായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വഭാവത്തിൽ ചേഞ്ച് വരും. ഒരു മനുഷ്യൻ ത്വരീഖത്തുകാരനായാൽ ആദ്യം ആസിരി അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ വ്യതിയാനം വരും. അത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുത്തൻ സ്വീകരിക്കേണ്ട നിസ്കാരം നിസ്കരിക്കലും സ്വീകരിക്കാത്ത നിസ്കാരം നിസ്കരിക്കലും വ്യത്യാസമുണ്ട്. ഉണ്ടോ അല്ലേ? ഉറങ്ങല്ലേ ഉണ്ടോ അല്ലേ? ഒരാൾ സ്വീകരിച്ച നിസ്കാരമാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച സ്വഭാവം ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഉറപ്പാണ്. ഒരാൾ ഹജ്ജ് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കപ്പെട്ട ഹജ്ജും സ്വീകരിക്കപ്പെടാത്ത ഹജ്ജും വ്യത്യാസമുണ്ട്. സ്വീകരിക്കപ്പെട്ട ഹജ്ജാണെങ്കിൽ അതനുസരിച്ച് സ്വഭാവം മാറും. സ്വീകരിക്കപ്പെടാത്ത ഹജ്ജാണെങ്കിലോ അങ്ങനെ തന്നെ. ഷഹബാനിലെ അതേ സ്വഭാവം തന്നെ നമുക്ക് ഷവ്വാലില്. കുറെ ഭത്തൊക്കെ തിന്നു പോയിന്നേ ഉള്ളൂ. നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ മാറും? എവിടെ മാറുക? നെറ്റിയിലല്ലടോ. എന്നെ നെറ്റി? ഒരാൾ മാറേണ്ടത് നെറ്റിയിലെ അടയാളം കൊണ്ട്, ഒരാൾ മാറേണ്ടത് എവിടെയാണ്? അയാളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. സ്വഭാവത്തിൽ നമുക്ക് വ്യത്യാസം വരുന്നില്ല. അതിനർത്ഥം എന്നാ? നിലവിൽ അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഈ കോടതിയിൽ അള്ളാഹു തആല ഒരു മുസാമഹത്ത് ഒരു മാപ്പ് നമുക്ക് തന്നാലോ? അങ്ങനെ തന്നെയല്ലേ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അർത്ഥം വെക്കും. ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, തൻഹാ, അത് തടയും, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ വൃത്തികേട്, അശ്ലീലത, വൃത്തികേടുകൾ, അനാവശ്യമായ തോന്യാസങ്ങൾ, വെറുക്കപ്പെടേണ്ട കാര്യങ്ങൾ, അതിനെ തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിൽ. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇമാമും മൗമൂമും പായുന്നത് എന്തെടുക്കാനാ? മൊബൈലിലെ പെണ്ണിന്റെ ഡാൻസ് കാണാനാണ്. 1% എല്ലാ ഇമാമും മൗമൂമും അല്ല, 1% നിസ്കരിച്ചല്ലോ. നിങ്ങൾ 99 വിട്ടാളി, 1% അത് എടുക്കാൻ പായുന്നില്ലേ? ഓ നിസ്കരിച്ചിട്ടില്ലേ? എന്നിട്ട് ഓനാ നിസ്കാരം തടഞ്ഞോ? തടഞ്ഞോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സ്വീകരിക്കേണ്ട വിധത്തിൽ അവൻ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഞാൻ തിജാനി ആയിട്ടില്ല. ആയാലോ പിന്നെ സ്വഭാവം പൂർണ്ണമായി മാറും. എനിക്ക് ഇത്രയും വലിയ സ്ഥാനങ്ങൾ തിജാനികൾക്കുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് അഹങ്കാരമല്ല എന്നത്. എനിക്കത് തന്നത് ഞാൻ ഒന്നുമല്ലല്ലോ എന്നാണ്. കാരണം ഞാൻ തിജാനി, അതെനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അതിന്റെ സ്വഭാവം എനിക്കിവിടെ മാറും. ഇനി എന്തേ ഉള്ളൂ, എനിക്ക് ഇന്നെ ശുദ്ധീകരിച്ച് തന്നാൻ കഴിയില്ല, പിന്നെ എന്തേ ഉള്ളൂ. അവസാനം ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു കരയില്, ഇതൊക്കെ ഞാൻ ചെയ്തു റബ്ബേ, ഞാൻ ഇപ്പോഴും നന്നായിട്ടില്ല, ജിന്നെ നന്നാക്കി കൊണ്ടാന്ന് പറഞ്ഞുള്ള ആ കരച്ചിൽ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ നാളെ രക്ഷപ്പെടും. ഞാൻ അവസാനിപ്പിക്കാണ്. സുന്നികളെന്ന് പറയുന്ന ആളുകൾ പോലും ചില ഔലിയാക്കന്മാരെ മോശപ്പെടുത്തി പറയുമ്പോൾ പോലും അതിന് മറുപടി പറയാൻ കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ എൻ്റെ നാവ് ഞാൻ ചെലവാക്കിയതിന് കയ്യും കണക്കില്ല. ഞാൻ 2011 മുതൽ തിജാനിയാണ്. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് റിഫായി, ഇവരെക്കുറിച്ചൊക്കെ എത്ര പ്രസംഗങ്ങൾ പിന്നീട് ഞാൻ നടത്തി. ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലിയെ കേരളത്തിൽ ഏറ്റവും ഭംഗിയായി പ്രസംഗിച്ച ഒരാൾ താങ്കളാണെന്ന് പല ഷാദുലികളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഷാദുലി ഇമാമിൻ്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഷാദുലികളായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് 2019, 2020 അബുൽ ഹസൻ ഷാദുലി തങ്ങളെ ഞാൻ പ്രസംഗം നടത്തി. അദ്ദേഹം ഷാദുലിയാണ്, ഞാൻ ഷാദുലിയല്ല. മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെക്കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം എത്രയോ ഷാദുലികൾ എന്നോട് സന്തോഷപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു പ്രസംഗമായി പോയി. ഞങ്ങൾക്ക് ധാരാളം അറിവുകൾ അതിൽ നിന്ന് കിട്ടി. അബുൽ ഹസൻ ഷാദുലിയെ മഹത്വപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്തത് പറഞ്ഞ് കളവുകളും മറ്റും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പരത്തിയാൽ അതിൻ്റെ ആഖിബത്ത് ചെറുതാകൂല. പ്രത്യേകിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട സുലഹാക്കള മാർഗത്തിൽ നിന്ന് ഒരാൾക്ക് ഗുരുത്തക്കേട് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം വളരെ വലുതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയാ ഉപദേശിക്കുകയാണ്.
എല്ലാവരെയും ഇന്നാലിന്ന ആളെ എന്നില്ല. ഔലിയാക്കൾ ആരിഫീങ്ങൾക്കെതിരാകാൻ ശ്രമിക്കുന്ന, അവർക്കെതിരെ പ്രഭാഷണം നടത്തുന്ന, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അവരുടെ ഗുരുത്തക്കേട് വാങ്ങരുത്. അത് ആഖിബത്ത് നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ ഔലിയാക്കൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, ശത്രുത വെച്ചാൽ, അവരോട് ഞാനാണ് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പുണ്യ റസൂൽ മുസ്തഫ അള്ളാഹു പറയുന്നതായി പുണ്യ റസൂൽ മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിബത്ത് നന്നായി യഥാർത്ഥ ബാക്കി കാര്യം അടുത്ത പ്രഭാഷണത്തിൽ നടത്തും ഇൻഷാ അല്ലാഹ്.